ഇന്ത്യൻ പോർട്ടുകളിൽ ചിലതെല്ലാം അദാനിയുടെ കൈവശമാണ്. മോദി വിറ്റതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൈവശം ചെന്നത്. അതുപോലെ ചില വിമാനത്താവളങ്ങൾ. അപ്പോൾ ഈ വിമാനത്താവളങ്ങൾ വഴിയും പോർട്ടുകൾ വഴിയും അല്ലാതെ എങ്ങനെയെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഹരി മരുന്നുകൾ വരുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുകയില്ല. എവിടെ നിന്നൊക്കെ വരുന്നെന്നാണ് പത്ര റിപ്പോർട്ട് പറയുന്നത്. ഒമാൻ, നൈജീരിയ, ടാൻസാനിയ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇവിടെ നിന്നെല്ലാം ഈ ലഹരി വിഷങ്ങൾ ഇന്ത്യയിലേക്ക് വരികയാണ്. നമ്മുടെ അമിത്ഷാ തന്നെ പറഞ്ഞിരിക്കുന്നു ഇതിനെ അടിച്ചമർത്തുമെന്ന്. ഏതിനെ അടിച്ചമർത്തുമെന്ന്? ലഹരി മരുന്ന് വ്യാപാരികളെ അടിച്ചമർത്തുമെന്നാണ് അദ്ദേഹം പറയുന്നതിൻ്റെ ലക്ഷ്യം. അതെങ്ങനെ ശരിയാകും? എങ്ങനെ ഒത്തുപോകും? പോർട്ടുകളിലൂടെ സ്വാഭാവികമായിട്ട് ഇതെല്ലാം വരികയാണെങ്കിൽ അവിടെയുള്ള നിരോധനമല്ലേ വേണ്ടത്? അവിടെയുള്ള ചെക്കിംഗ് അല്ലേ കൂട്ടേണ്ടത്? വിമാനത്താവളങ്ങളിലെ ചെക്കിംഗ് അല്ലേ കൂട്ടേണ്ടത്? അല്ലാതെ ആർക്കും വിദേശങ്ങളിൽ നിന്ന് വരാൻ പറ്റുകയില്ലല്ലോ. അപ്പോൾ നടക്കാത്ത കാര്യത്തെക്കുറിച്ചാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത്.